ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈക്കോളജി +2 സൈക്കോളജി 1, 2, 3 ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നതാണ് 4ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ ചെയ്യാതെ പഠിക്കേണ്ട ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 60% മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. സൈക്കാട്രിക് അസോസിയേഷൻ APA ഫുൾ ഫോം ആണത്, അതൊന്ന് ഓർത്തു വെക്കണം. പബ്ലിഷ്ഡ് ആൻ ഒഫീഷ്യൽ മാനുവൽ ഡിസ്ക്രൈബിംഗ് ആൻഡ് ക്ലാസിഫൈങ് വേരിയസ് കൈൻഡ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് DSM-4. DSM മീൻസ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് എന്താണ് DSM, ഈ ഡിസോർഡറിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ICD-10, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അതും നോക്കി വെക്കുക. അപ്പോൾ ഈ 2 ഡിസോർഡേഴ്സ്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഷുവറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിർബന്ധമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. ദെൻ അനദർ ക്വസ്റ്റ്യൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ എന്താണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതിൽ പ്രധാനപ്പെട്ട OCD, PTSD, ADHD, ഈ 3 സാധനങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഫുൾ ഫോമെങ്കിലും മനസ്സിലാക്കണം. ഫുൾ ഫോം മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അതെന്താണെന്നുള്ളതും മനസ്സിലാക്കണം. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് പലതരത്തിലുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ആണ് ഒന്ന്. അതുപോലെ പാനിക് ഡിസോർഡർ ഉണ്ട്. പിന്നെ പലതരം ഫോബിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സ്പെസിഫിക് ഫോബിയാസ്, അഗോറാഫോബിയ തുടങ്ങിയവയൊക്കെ വ്യത്യസ്ത ഫോബിയാസ് ആണ്. അതുപോലെ ആങ്സൈറ്റി ഡിസോർഡറിൽ നമ്മൾ പറഞ്ഞ OCD ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. OCDയുടെ ഫുൾ ഫോം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. മറ്റൊന്ന് PTSD ആണ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ്. അതെന്താണെന്നുള്ളതും മനസ്സിലാക്കുക. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡർ. അതിൻ്റെ ഡീറ്റെയിൽ പഠിക്കുക. ദെൻ ADHD ആണ് മറ്റൊന്ന്. ഈ ADHD എന്ന് പറയുന്നത് ബിഹേവിയറൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. അതായത് ചൈൽഡ്ഹുഡിൽ കാണപ്പെടുന്ന ഒരു ഡിസോർഡറാണിത്. ADHD മീൻസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതൊരു ചൈൽഡ്ഹുഡ് ഡിസോർഡറാണ്. ഇതുപോലെ തന്നെ മറ്റ് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സാണ് കണ്ടക്ട് ഡിസോർഡറും സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറും. അപ്പോൾ ADHD എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. ദെൻ അതുപോലെ മറ്റൊരു ചോദ്യം, ഷിസോഫ്രീനിയ. എന്താണ് ഷിസോഫ്രീനിയ? വാട്ട് ഈസ് ഷിസോഫ്രീനിയ ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ഷിസോഫ്രീനിയ? എന്താണ് ഷിസോഫ്രീനിയ എന്നും അതിൻ്റെ സിംറ്റംസും. അതൊരു ഡിസോർഡറാണ്. ആ ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ അതിൻ്റെ സിംറ്റംസ് പോസിറ്റീവ് സിംറ്റംസ് ഉണ്ട്, നെഗറ്റീവ് സിംറ്റംസ് ഉണ്ട്, അതുപോലെ സൈക്കോമോട്ടോർ സിംറ്റംസ് ഉണ്ട്. ഇത് 3 ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഫീഡിങ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ ഉൾപ്പെടുന്നതാണ് അനോറക്സിയ നെർവോസ, ബുലിമിയ നെർവോസ ആൻഡ് ബിഞ്ച് ഈറ്റിംഗ്. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പം ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ. ബാക്കി ഭാഗങ്ങൾ പറ്റുകയാണെങ്കിൽ പഠിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ഇത്രയും ഈ
ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ വിട്ട് കളയാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഒരു 60% മാർക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ, സി യു.